നമസ്കാരം. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ബി.ജെ.പിയിലേക്ക് എത്തിയതിന് പിന്നിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലായിരുന്നു എന്നത് സാമാന്യ രാഷ്ട്രീയ ബോധ്യമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പത്തനംതിട്ടയിൽ പി.സിയോ മകനോ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള പ്രചരണവും ഒക്കെ ഉണ്ടായിരുന്നു. നായർ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പി.സി പ്രാഥമികമായുള്ള ചില തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. പൂഞ്ഞാർ അടക്കം വോട്ട് ബാങ്ക് ഉള്ള പി.സി അണികളടക്കം ഒരു വിഭാഗം വലിയ ആവേശം കൊള്ളുകയും ചെയ്തു. എല്ലാം തകിടം മറിഞ്ഞത് ഇന്നലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷമാണ്. പി.സിക്ക് പകരം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയായി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. നമുക്കറിയാം, പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് എത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല. തീർച്ചയായും ഇതിൽ കേരള ഘടകത്തിന് ചില അതൃപ്തികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു സമവാക്യങ്ങൾ രചിച്ചതും മറ്റും ഇവിടെയുള്ള ഘടകം അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. ഇതിനിടയിൽ BDJS കൂടി ഇടഞ്ഞതോടെ പി.സി ലിസ്റ്റിന് പുറത്താവുകയും ചെയ്തിരുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ BDJS പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് മറ്റൊന്നാണ്. പി.സി സ്ഥാനാർത്ഥിയാകാതിരുന്നത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളുകളും കുറവല്ല. കാരണം അവിടെ ഒരു കനത്ത പരാജയം പി.സിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന ചില വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പി.സിയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ യാത്രയ്ക്ക് വലിയ ഒരു തടസ്സം സൃഷ്ടിക്കും, അങ്ങനെ ഒരു പരാജയം പത്തനംതിട്ടയിൽ ഏറ്റുവാങ്ങുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ ഒടുവിൽ പി.സിക്ക് ഗുണം ലഭിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്രം പി.സിക്ക് ഉചിതമായ ഒരു സ്ഥാനം നൽകും എന്നാണ് അറിയുന്നത്. ഇതിനുള്ള നീക്കം കേന്ദ്രം തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയായാൽ സംസ്ഥാന ഘടകത്തിന് മുകളിൽ ഒരു ആജ്ഞാശക്തിയുള്ള നേതാവായി പി.സി. ജോർജ് മാറുക തന്നെ ചെയ്യും. ചെറിയൊരു സങ്കടം അത് സന്തോഷത്തിലേക്ക് വഴിമാറും എന്ന് തന്നെയാണ് സൂചന. ഇതോടുകൂടി പി.സി. ജോർജും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി തന്നെ രംഗത്തെത്തും. സംസ്ഥാന നേതൃത്വത്തിന്റെ കടിഞ്ഞാണില്ലാതെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും സാധിക്കും. എന്തായാലും പി.സി. ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒട്ടുമിക്ക ബി.ജെ.പി പ്രവർത്തകരും വിശ്വസിച്ചിരുന്നു. അനിൽ ആന്റണി അവിടെ ഒരു മോശം സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല, മറിച്ച് അനിൽ ആന്റണിയേക്കാൾ കൂടുതൽ അനുയോജ്യൻ പി.സി. ജോർജ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ ഈ വിമർശനങ്ങൾക്കൊക്കെ അല്പായുസ് മാത്രമേ കാണുകയുള്ളൂ. കാരണം കേന്ദ്ര നേതൃത്വം പി.സി. ജോർജിന് തക്കതായ ഒരു പദവി നൽകിയേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന.